എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി LGS അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി അതുപോലെ 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. റിവിഷൻ മോഡിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരു നിങ്ങളെ തന്നെ അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2ാം വട്ടമേശ സമ്മേളനത്തിൻ്റെയും 3ാം വട്ടമേശ സമ്മേളനത്തിൻ്റെയും സമയത്തെ വൈസ്രോയി ആര് എന്നാണ്. ഈ 10 ചോദ്യങ്ങളും ഹിസ്റ്ററിയിലെ വൈസ്രോയികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കുറേയും കൂടെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഏരിയാസിലെ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2ാം വട്ടമേശ സമ്മേളനത്തിൻ്റെയും 3ാം വട്ടമേശ സമ്മേളനത്തിൻ്റെയും സമയത്തെ വൈസ്രോയി ആരാണ്? ഇത് നടക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശാരദ നിയമം പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? ഏത് വർഷമാണ് വന്നത്? 1929 അത് പാസ്സാക്കിയത്. അപ്പോൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് റീകലക്ട് ചെയ്യാൻ പറ്റണം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച സമയത്തെ വൈസ്രോയി ആരാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച സമയത്തെ വൈസ്രോയി ആരാണെന്നാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ CSP 1934 വിചാരിച്ചു. ആരാണപ്പോൾ? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 4ാമത്തെ ചോദ്യം, ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള വൈസ്രോയി ആരാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ആ സമയത്ത് വൈസ്രോയി ആരാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴുള്ള വൈസ്രോയി. 5ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴുള്ള വൈസ്രോയി ആര്? 6 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴുണ്ടായ വൈസ്രോയി. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കമ്മ്യൂണൽ അവാർഡ് ആസ് സച്ച് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 7 ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന ആരാണ്? ജൂത വൈസ്രോയി ആരാണ്? ഇതൊക്കെ കുറേയും കൂടെ ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, കുറേ എണ്ണം വളരെ പോപ്പുലർ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും വരണമെന്നല്ല, പക്ഷേ ഈ ഡാർക്ക് ഏരിയാസ് ഒന്ന് കവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന ആര്? 8 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഏത് വർഷമാണ്? 1911 അപ്പോൾ ഏതാണ് വൈസ്രോയി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ പോപ്പുലർ ചോദ്യമാണ്, ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആര്? 10 ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി. ഇത് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. 2ാം വട്ടമേശ സമ്മേളനത്തിൻ്റെയും 3ാം വട്ടമേശ സമ്മേളനത്തിൻ്റെയും സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ ആണ്. ലോർഡ് വെല്ലിംഗ്ടൺ. 2nd റൗണ്ട് ടേബിൾ കോൺഫറൻസ് അതുപോലെ തന്നെ 3rd റൗണ്ട് ടേബിൾ കോൺഫറൻസ് വെല്ലിംഗ്ടൺ ആണ്. ശാരദ നിയമം പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? ലോർഡ് ഇർവിൻ ആണ്. 1929 ഇത് പാസ്സാക്കിയത്. ലോർഡ് ഇർവിൻ ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP സ്ഥാപിച്ച സമയത്തെ വൈസ്രോയി ആരാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP സ്ഥാപിച്ച സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ആണ്. വെല്ലിംഗ്ടൺ. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. ലോർഡ് റീഡിംഗ് ആണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുണ്ടായ വൈസ്രോയി. ആരാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ്? റീഡിംഗ് പ്രഭുവാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴുള്ള വൈസ്രോയി ആരാണ്? ലോർഡ് ഇർവിൻ ആണ്. ലോർഡ് ഇർവിൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1928 ലോർഡ് ഇർവിൻ ആണ് ആ സമയത്ത് വൈസ്രോയി. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴുണ്ടായ വൈസ്രോയി ആരാണ്? കമ്മ്യൂണൽ അവാർഡ് ഏത് വർഷമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. 1932 ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസായ് മക്ഡൊണാൾഡ് ആണ് അല്ലേ? അപ്പോൾ റാംസായ് മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡ് ഉള്ള സമയത്തെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ ആണ്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. ലോർഡ് റീഡിംഗ് ആണ് ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത്. 8 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് II. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് II. ഏത് വർഷമാണ്? 1911 ബംഗാൾ വിഭജനം അഥവാ ബംഗാൾ പാർട്ടീഷൻ റദ്ദ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ലോർഡ് ഡഫറിൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ലോർഡ് ഡഫറിൻ. 1885 INC രൂപീകരിച്ചത്. ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ലോർഡ് റിപ്പൺ. ഇത് ഗസ് ചെയ്യാൻ പറ്റുന്ന കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു പുള്ളിയുടെ ടെനുവറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിപ്പൺ പ്രഭുവാണ്. കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം, ഇത്തിരി സ്പീഡ് കൂടുതലാണ്. കാരണം ഇത് ആക്ച്വലി നമ്മൾ റിവിഷൻ പർപ്പസിന് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ളത് കൊണ്ടാണ് സ്പീഡ് കൂടുതൽ. ഇതിൽ സ്പീഡ് കുറക്കണമെങ്കിൽ ഈ വീഡിയോക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം, എന്താ സ്പീഡ് കൂടുതലാണ്, അത് കുറക്കണം എന്ന് പറയണം. ഇപ്പം മെജോറിറ്റി ആൾക്കാർക്ക് ഈ പറയുന്ന പൊതുവേ യൂട്യൂബ് വീഡിയോയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്
ഈ മെല്ലെയുള്ള എക്സ്പ്ലനേഷൻ പൊതുവേ അറിയുന്ന കാര്യമാണ്, കേൾക്കാൻ ഭയങ്കര ബോറടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാറ്റിക് പോർഷൻ ആയതുകൊണ്ട് 8 മാർക്ക് എന്ന രീതിയിലാണ് കട്ട് ഓഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെസ്റ്റ് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.